ഗീതു, നീ ഒന്നും കഴിക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ടമ്മ. ഞാൻ ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് തീർക്കാം. കഴിഞ്ഞില്ലേ ഇതുവരെ? അതേ, മാത്സ് എക്സാമിനുള്ള തുണ്ട് പേപ്പർ വെക്കുക. പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ എൻ്റെ എക്സാം പൊട്ടിപ്പോകും. എന്തോന്ന്? അതല്ല, എക്സാമിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് പഠിച്ചത് ഓർമ്മ വെച്ചൊന്ന് എഴുതി. എല്ലാം കഴിച്ച് പോവാൻ നോക്ക്. ഈ എക്സാമിന് നീതുനേക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ തന്നെ വാങ്ങും. കഴിഞ്ഞ വട്ടം അവളെ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങാൻ അഹങ്കരിച്ചത്. ഇന്ന് ഞാൻ തുണ്ട് വെച്ച് അവിടെ വെട്ടിക്കും. എന്നോടാ കളി. നീ എന്തോന്നാടി പിറുപിറുക്കണേ? ഒന്നുമില്ലമ്മ, ഞാൻ പഠിച്ചതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇതെന്താ എന്നെ കണ്ടിട്ട് ആരൊന്നും മൈൻഡ് ചെയ്യാത്തെ? ഭഗവാനെ, എല്ലാ പുസ്തകപ്പുഴകളിൽ നിന്ന് പഠിക്കുന്നതാണല്ലോ. നീതുരശ്മി ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നേ. കണ്ണ് കണ്ടാലറിയാം. ചുമ്മാ പിള്ളേരെ കാണിക്കാൻ വേണ്ടി പഠിക്കുകയായിരിക്കും. എൻ്റെ കാൽക്കുലേറ്റർ. ഗീതു, നീ വല്ലതും പഠിച്ചാ? എന്തിനു പഠിക്കും? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരട്ടെ. എനിക്ക് എക്സാം ടൈമിൽ കിടന്ന് ബുക്ക് ഇങ്ങനെ എടുത്ത് നോക്കണത് എനിക്ക് തീരെ ടെൻഷൻ കൂടും. പഠിച്ചതൊക്കെ മറന്നു പോവും. നീ പഠിച്ചോണ്ടിരിക്കുകയാണോ? നിനക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ടല്ലോ. പിന്നെ ഈ പഠിച്ചോണ്ടിരുന്നാലൊക്കെ മറന്നു പോകൂലേ? എടുത്തു വെക്കി. അങ്ങനെ ഇപ്പം നീ കുത്തിയിരുന്ന് പഠിക്കണ്ട. കുറച്ച് നേരം ബുക്കിനെങ്കിലും ഒന്ന് സമാധാനം കൊടുക്കും. സുഗന്യ രേഷ്മക്ക് ചെറുപറ വർത്തമാനം പറയണ്ടല്ലോ. ഭയങ്കര ഹാപ്പി. പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം എന്നെ പോലെ തുണ്ട് വെച്ചിട്ടുണ്ടാവും. ബോയ്സ് എന്ത് ചെയ്യണേ? കമ്പൈൻ സ്റ്റഡി. നീതു പിന്നെ പഠിത്തം നിർത്തി മാനത്തോട്ട് നോക്കി ഇരിക്കുന്നുണ്ട്. പാവം കുട്ടി. അങ്ങനെ ഒരാളുടെ പഠിത്തെങ്കിലും നിന്നല്ലോ. ഈ ക്ലാസ് ടെസ്റ്റിന് ഞാൻ അവളെയൊക്കെ കൂടുതൽ മാർക്ക് വാങ്ങി ഷൈൻ ചെയ്യും. അയ്യോ, ആലോചിക്കുമ്പോൾ തന്നെ കുളിര് ഓരുക. പൗച്ചിൽ തിരികെ വെച്ച തുണ്ട് പേപ്പർ എന്തേ? ഇവിടെ ഉണ്ടായിരുന്ന. ഇവിടെ ഇരിക്കിട്ടാ. മോഡൽ ടെസ്റ്റിന് ഏതെങ്കിലും പാവപ്പെട്ട ടീച്ചർ വന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ തീർന്ന് എന്നെ കയ്യോടെ പൊക്കും. ഈ ലാസ്റ്റ് സമയത്ത് ഇവളുമാരിത് എന്തോ നീ പഠിച്ച് കൂട്ടുന്നേ? സമയമാണെങ്കിൽ പോണുമില്ല. ടീച്ചർ വരാനായോ എന്തോ. ഇതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞ് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി. ക്ലാസ് റൂമിനൊക്കെ ഒരു പ്രത്യേക ഭംഗി ആ എക്സാം ടൈം ആയതുകൊണ്ട് തോന്നണതായിരിക്കും. പക്ഷേ എക്സാം ടഫായാലും എളുപ്പമായാലും പാസ്സാവുമെന്ന് ഉറപ്പാണ്. അതൊക്കെ ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി. നമ്മൾ ഈ എക്സാമുള്ള ദിവസമൊക്കെ അമ്പലത്തിൽ പോവുക, ദൈവത്തിനെ മുറുകി പിടിച്ച് പ്രാർത്ഥിക്കുക. നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പം നമുക്ക് ക്ലാസ്സിലിരുന്ന ഓർമ്മകളും ടീച്ചർ എടുത്തു തന്ന ക്ലാസ്സുകളും ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ മൈൻഡിലേക്ക് വരും. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ തട്ടിവിടും. അതന്നെ. എൻ്റെ അമ്മ കാലത്ത് തന്നെ അമ്പലത്തിൽ പോയിട്ട് പെൻസിലും പെന്നും കാൽക്കുലേറ്ററും ഒക്കെ പൂജിച്ച് കണ്ടത്. അതിന് നിന്നോടാര് പറയുന്ന മാത്സ് എക്സാം ആണ്? ഹിസ്റ്ററി എക്സാം ആടി. അയ്യോ, എന്തു പറ്റി ഗീതു? എന്തു പറ്റി? ഇന്ന് ഹിസ്റ്ററി എക്സാം ആയിരുന്നു. ഞാൻ മാത്സ് എക്സാം വായിച്ചിട്ട് എല്ലാതും തുണ്ടിലെഴുതി കൊണ്ടുവന്നോടി. അയ്യോ, ആ നേരം വല്ലതും വായിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി. ടൈം ടേബിൾ പോലും നോക്കിയില്ല. ഈശ്വര, എങ്ങോട്ടേലും എണീറ്റ് ഓടാൻ തോന്നുന്നു. ഇനി ഞാൻ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോവും? എനിക്ക് വയ്യ. അയ്യോ, എന്തത്? ഫസ്റ്റ് ബെല്ല് അടിച്ചായിരുന്നു. ഇതിലും ഭേദം ആംബുലൻസിൻ്റെ സൗണ്ട് ആയിരുന്നു. ഈശ്വര, എൻ്റെ അവസ്ഥ എന്താവോ എന്തോ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണില്ലല്ലോ. ഈ മരമാക്രികൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്തോ തോന്നുന്നില്ല. അയ്യോ, കണ്ടില്ലേ, എല്ലാവരും എക്സാം എഴുതി റെഡി ആയിട്ടിരിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ പെട്ടിയിലാവാൻ പോണ ഫീലാണ്. ഭഗവാനെ, എന്നെ കാത്തോണേ. അയ്യോ, മേരി ടീച്ചറാ. ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. ഭഗവാനെ, പെട്ട്. എനിക്ക് വയ്യ. എടി, എന്തേലും പറഞ്ഞു തരണം കേട്ടാ. എല്ലാം പഠിച്ചു കഴിഞ്ഞ പോലെ കോൺഫിഡൻസിലിരിക്കാം. അല്ലെങ്കിൽ ആ ടീച്ചർ എന്നെ ഇടയ്ക്കിടയ്ക്ക് പൊക്കും. ഭഗവാനെ, ആ ടീച്ചർ എന്നെ മൈൻഡ് ചെയ്യല്ലേ. എന്നെ കയ്യോടെ പൊക്കിയാൽ തീർന്നു.
ഇത് ഭയങ്കര ഹാപ്പിയിലാണല്ലോ. നന്നായി പ്രിപ്പയർഡ് ആയിട്ടെന്ന് തോന്നുന്നു. എക്സാം പേപ്പർ കിട്ടുമ്പോഴും ഇതേ പുഞ്ചിരി ഉണ്ടായാൽ മതിയായിരുന്നു ടീച്ചറെ മുഖത്ത്. ഇതെന്താ ക്വസ്റ്റ്യൻ പേപ്പറോ? +1 ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണോ? കഴിഞ്ഞ കൊല്ലം വരെ മലയാളത്തിലായിരുന്നല്ലോ എക്സാം എഴുതിയിരുന്നത്. ഇതെന്താ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ? സംശയം വെക്കണ്ട, ടീച്ചറോട് ചോദിക്കാം. ടീച്ചർക്കൊരു മതിപ്പായിരിക്കും. ആ ടീച്ചറെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണല്ലോ. ഇതിപ്പോഴാണോ അറിയണേ? അതിനെങ്ങനെ വല്ലപ്പോഴും ക്ലാസ്സിൽ വരണം. ടെസ്റ്റ് പേപ്പർ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്ന് അറിയാണ്ട് ചിലരൊക്കെ ക്ലാസ്സിൽ കയറി വരണേ. സുജാത മിസ്സിനൊന്ന് കാണട്ടെ കേട്ടോ. ഇന്നേതാ എക്സാം എന്തെങ്കിലും ഓർമ്മ ഉണ്ടാണാവോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. എല്ലാവരും കണ്ടു ചിരിക്കുക. ചിരിക്കി ചിരിക്കി. ഇത് ക്വസ്റ്റ്യൻ പേപ്പറാ അതോ സ്റ്റോറിയോ? ഒന്നും മനസ്സിലാവണല്ലോ. എങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും? എന്തോന്ന് റിവോൾട്ട് ഓഫ് 1857 എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. വായിച്ചിട്ട് തന്നെ തല കറങ്ങണ്. അതോ ക്വസ്റ്റ്യൻ പേപ്പർ കറങ്ങണാണോ? അല്ല, എൻ്റെ തല കറങ്ങണതാ. എവിടെ തുടങ്ങും? ഗീതു കഥകളി പഠിക്കണ്ടോ അവിടെ? ടീച്ചറെ, അതെ പെട്ടെന്ന് കണ്ണിലൊരു കരട് പോയി, അതാ. അപ്പം ശരി ശരി ടീച്ചറെ. ശരിയല്ലെങ്കിൽ ശരിയാക്കി തരാട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേണ്ട താമസം. എല്ലാം ചെറപ്പറ സ്പീഡിൽ എഴുതണുണ്ട്. എന്തോന്നാണോ അവ എഴുതി കൂട്ടണേ. പഠിച്ചവർക്ക് എന്താ ബുദ്ധിമുട്ട്? തൽക്കാലം പേരെഴുതാം. GEETHU കുത്ത്. ഒരു ബട്ടർഫ്ലൈയും കൂടെ വരച്ചാലോ? വേണ്ട, ആർബർഡായി പോവും. നീ ഇത് എന്ത് ചെയ്യണാവോ? ഉണ്ടോ? എഴുത്. എന്നോട് പഠിച്ചിട്ടില്ല എന്ന് വിടുകയും ചെയ്യും, ഇരുന്ന് എഴുതുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റില്ല ഒന്നിനെയും. കുഴപ്പന്മാരാന്ന് പറയണ ബോയ്സ് പോലും സൂപ്പർ ഫാസ്റ്റ് പോലെ എഴുതണേ. ഞാൻ മാത്രമുണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നോക്കിക്കോ, അടുത്ത എക്സാമിന് ഞാൻ വെട്ടിക്കും. നന്നായി പഠിച്ച് എക്സാം ചെയ്തു. പക്ഷേ ഈ എക്സാം കഴിയണ്ടേ. ഫെയിലായ ആൻസർ ഷീറ്റും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനെ കഴുത്തിന് പിടിച്ച് തള്ളും. അതിനേക്കാൾ മുന്നേ ടീച്ചർമാർ ക്ലാസ്സിൽ നിന്ന് തള്ളും. വാട്ട് ഹാപ്പൻ ഗീതു? എന്ത് പറ്റി? ഒന്നുമില്ല ടീച്ചറെ. ഈ ടീച്ചർക്ക് എന്താ കുറേ നേരം ആയല്ലോ. കണ്ണ് രണ്ടും എൻ്റെ മേലെ കിട്ടിയതേക്കാൻ തോന്നുന്നു. ചുമ്മാതല്ല, എല്ലാവരും നല്ലപോലെ എക്സാം ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമേ വായ നോക്കിയിരിക്കുന്നുള്ളൂ. നീ ഇതിനോട് ചോദിച്ചാൽ പറഞ്ഞു തരുമോ അതോ നാണം കേടുമോ? ചോദിച്ചാലോ? എന്ത് തോന്നിയിട്ടാണോ പറഞ്ഞു തന്ന് ഭാഗ്യം. കൈ പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. പകുതി കണ്ടാൽ മതിയെന്നാവും. കിട്ടിയതായി. ഈ കോപ്പി അടിച്ച് എഴുതുന്നവരൊക്കെ സമ്മതിക്കണം. എന്തൊരു ഗതികേട്. ഒരു ക്വസ്റ്റ്യനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കണ 19 ക്വസ്റ്റ്യൻ. ചോദിക്കണോ? ആരവിടെ ശൂശു വിളിക്കണേ? ഈ CCTVയുടെ ഡയറക്ഷൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ടീച്ചർ അങ്ങോട്ട് നോക്കി ഇരിക്കുകയാണല്ലോ. പിന്നെ ഇവിടെ എന്തിനാ പൊത്തി പിടിച്ച് എഴുതണേ? ടീച്ചർ അങ്ങോട്ട് നോക്കിയിരിക്കുക. പൊത്തി പിടിച്ച് തന്നെ എഴുതുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, കിട്ടിയത് കിട്ടി. ഞാനൊക്കെ ആണെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കുമല്ലോ. ഇവിടെ മാത്രം പൊത്തി പിടിച്ച് എഴുതണേ. എല്ലാവരുടെയും ഇപ്പോഴത്തെ എഴുത്ത് നോക്കിയിട്ട് കാര്യമില്ല. എക്സാം പേപ്പർ കിട്ടുമ്പോൾ അറിയാം എല്ലാവരും ചടപടാ പൊട്ടണത്. ചുമ്മാ ചാടകിടയല്ല. നീ ഇതിനോട് തന്നെ ചോദിക്കണം. അവൾ മാത്രം നോക്കണുള്ളൂ. കണ്ടാ കാണിച്ചു തരില്ല എന്ന്. പപ്സ് തിന്നെ അങ്ങോട്ട് വാട്ടാ. ഞാൻ വാങ്ങി തരില്ല, ഞാൻ ഒറ്റയ്ക്ക് തരും. ഓ 5 മിനിറ്റും കൂടിയുള്ളൂ. ഭാഗ്യം. എങ്ങനെയും സമയം പോയി. അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയും ഒന്ന് പുറത്തേക്ക് ഓടാൻ. മടക്കി പേരൊക്കെ എഴുതി വെക്കട്ടെ. ആദ്യം കൊടുത്ത് ആദ്യം പോവാലോ. മോതിരം വളഞ്ഞോ? റോൾ നമ്പർ ഒന്നും എഴുതിയിട്ടില്ലല്ലോ ഗീതു. ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ എഴുതിയ മണ്ടത്തരങ്ങൾ വല്ലതും കണ്ടാണാവോ? എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടല്ലോ. എന്ത് ചെയ്യും? എന്തെങ്കിലും എഴുതണ പോലെ കാണിക്കാം. എന്തെഴുതാൻ? പോകുന്നുമില്ല.
എന്തപ്പോൾ എഴുതി വെക്കുക? ക്വസ്റ്റ്യൻ പേപ്പറിനെ പകർത്തി വെച്ചാലോ? വേണ്ട, കണ്ടുപിടിക്കും. ഭഗവാനെ, പെട്ടാ. എന്തെങ്കിലും ആലോചിക്കണ പോലെ കാണിക്കാം. അശ്ശോ, കിട്ടുന്നില്ലല്ലോ, മറന്നുപോയി. ഓ, കിട്ടി കിട്ടി കിട്ടി. ടീച്ചർ പോയോ എന്തോ നോക്കി നോക്കട്ടെ. ഭാഗ്യം, പോയി. ഓ, എടി ഗീതു, 3rd ക്വസ്റ്റ്യനില്ലേ 5 മാർക്കിൻ്റെ, അതിൻ്റെ ആൻസർ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ പാരാഗ്രാഫിലുണ്ട്. അത് പകർത്തി എഴുതിയാൽ മതി. വേഗം. എന്തോരം നേരം ഞാൻ ചുമ്മാ ഇരുന്ന് ആ സമയങ്ങൾക്കൊന്നും പറഞ്ഞ് തലയ്ക്കാറുന്നില്ലേ. ഭഗവാനെ, 19ാമത്തെ ക്വസ്റ്റ്യനും കാണുന്നില്ലല്ലോ, കണ്ണും കാണുന്നില്ല. ഷോ, ഭഗവാനെ, ടെൻഷനായിപ്പോയി. പെന്നും എഴുതണില്ലല്ലോ. ഓ, എന്തൊരു ദുരിതം. അല്ല, ഇതൊരു അത്യാവശ്യ സമയത്ത് ഈ പണ്ടാറപ്പൻ എഴുതുകയില്ല. ഭഗവാൻ, ഇനി ആരോട് ചോദിക്കും? എല്ലാവരും എഴുതുക. പെൻസിലെങ്കിൽ പെൻസിൽ വെച്ച് എഴുതി ഞാൻ മാർക്ക് മേടിച്ചിരിക്കും. ഇനി ആ കൂടി 3 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ. ഈ 3 മിനിറ്റ് ഞാനങ്ങനെ നല്ല ഭംഗിയിൽ എഴുതി തീർക്കും, അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മഹാമോശമാണ്. സ്റ്റോപ്പ് റൈറ്റിംഗ്. പാസ്സാവോ എക്സാം? ഉറപ്പായിട്ടും പാസ്സാവും. നീ ഇത് പറഞ്ഞ 3 ക്വസ്റ്റ്യനിൽ 25 മാർക്ക് ഞാൻ എന്തായാലും മേടിച്ചിരിക്കും. ചതിക്കുമോ? ആ, ചതിച്ച് ഇവിടെ ഞാൻ കൊല്ലു. ശരണ്യ 50 out of 80. അഭിജിത്ത് 80 out of 80. വെരി ഗുഡ്. ഇവനൊക്കെ ഇത് എങ്ങനെ ഒപ്പിക്കണോ ആവോ? രേഷ്മ 30 out of 80. മോശമായല്ലോ പ്രാവശ്യം. നെക്സ്റ്റ് ഗീതു. ഞാനാ ടീച്ചറെ ഗീതു. ഗീതു, ഒന്നിങ്ങോട്ട് വരൂ. എന്താ ടീച്ചറെ? ഞാനിതുവരെ വിചാരിച്ചിരുന്നത് ഗീതു ഒരു പൊട്ട കുട്ടിയാണെന്നാ. പക്ഷേ ഈ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടല്ലോ, 25 ഉണ്ടല്ലോ. 1-2 മാർക്കൊക്കെ വാങ്ങുന്ന സമയത്ത് 25 മാർക്കൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഹൈക്ക് തന്നെയല്ലേ. വെരി ഗുഡ്. ഇതേപോലെ മുന്നോട്ട് പോകണം കേട്ടോ. വീട്ടിലൊക്കെ വെച്ച് നന്നായി പഠിക്കായിരുന്നു അല്ലേ? താങ്ക്സ് ടീച്ചർ. രാത്രിയൊക്കെ കുറേ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. കണ്ടില്ലേ, എല്ലാവരും ഗീതുവിനെ കണ്ട് പഠിക്കണം. പഠിക്കാൻ ഏറ്റവും മോശമായിരുന്ന കുട്ടിയാ. ഇപ്പൊ കണ്ടില്ലേ, അവള് പാസ്സായിട്ടുണ്ട്. നല്ല മാർക്കും ഉണ്ട് കേട്ടോ. ഗീതുവിന് എല്ലാവരും കൂടെ ഒരു ക്ലാപ്പ് കൊടുത്തേ. അമ്മ കാലത്ത് അമ്പലത്തിൽ പോയതിന് ഉപകാരം ഉണ്ടായി. ഭഗവാനെ, നീ കാത്തു. അയ്യോ ഗീതു, ഒരു മിനിറ്റ് കേട്ടോ. എന്തു പറ്റി? അയ്യോ സോറി കേട്ടോ, അത് സയൻസ് ബേസിലെ ഗീതു CP-യുടെ പേപ്പർ ആയിരുന്നു. മാറിപ്പോയെന്നാ തോന്നണേ. ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഇത് ഗീതുവിൻ്റെ പേപ്പർ 0 ആണ് കേട്ടോ. അയ്യോ, ഞാൻ തോറ്റാ. 0 മാർക്കാ. സ്വപ്നമായിരുന്നു. എത്രയും സമയം? 9 മണിക്ക്. ഇനിയുണ്ട് 2 മണിക്കൂർ. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എക്സാം എഴുതണം. എനിക്ക് വയ്യ നാണം കേടാൻ.